Ladies and gentlemen, this is Adesh and welcome to my comedy. ലെനിൻ നമ്മുടെ അഖിൽ അക്കിനേനി ഭാഗ്യശ്രീ ബോസ് ഇവരൊക്കെ അഭിനയിച്ച ഒരു റിവഞ്ച് പടമാണ് ലെനിൻ. C5 ഇപ്പൊ സ്ട്രീം ചെയ്യുന്നത്. അഖിൽ അക്കിനേനിയാ ഈ ചെറുക്കനല്ല ഈ ഇടയ്ക്ക് ഏജന്റില് വൻ പേക്കൂത്ത് കാണിച്ചത്. അത് അപ്പിടിയേ വേ, ഇത് അപ്പിടിയേ റേ. അജാതി പെർഫോമൻസ്. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഡൗട്ട് ചെയ്യില്ല, ആരടാ പറഞ്ഞ ഈ ചങ്ങായിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന്. പീക്ക് പെർഫോമൻസും കിടുപടം. ദിസ് ഇസ് എ റൈറ്റ് വേ ടു ഷട്ട് യുവർ ഹേറ്റേഴ്സ്. ഇതിലും വലിയ സെരിപ്പടി കൊടുക്കാനില്ല. അജാതി പെർഫോമൻസ്. മഹാഭാരതത്തിനെ ഇൻസ്പയർ ചെയ്ത് എടുത്തൊരു സിനിമയാണ് ലെനിൻ. ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. അഖിൽ അക്കിനേനിയുടെ പടം കൂടെ പിന്നെ ഭാഗ്യശ്രീ ബോസും ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ കണ്ടതാണ്. സ്റ്റിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. തമനിലാണ് സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ, തമനാണ്. ആൻഡ് ഇപ്പോ സിനിമയുടെ വേർഡിക്റ്റ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. അന്യായ പടം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സിനിമ. ക്ലീഷേ റിവഞ്ച് പടം, ക്ലീഷേ സാധനമാണ്. പക്ഷേ ആ പ്രെഡിക്റ്റബിലിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ ഒന്ന് രണ്ട് ട്വിസ്റ്റ് ഒന്ന് രണ്ട് മോഡിഫിക്കേഷൻ കൊണ്ടുവന്നിട്ട് ആ മോഡിഫിക്കേഷനിൽ പടം അപ്പടിയേ വേറെ ട്രാക്കിലോട്ട് കയറി സിനിമയുടെ കംപ്ലീറ്റ് വേർഡിക്റ്റ് തന്നെ മാറി. സോ ആ ഒരു പോയിന്റ് എത്തുന്ന വരെ ഈ സിനിമ ഭയങ്കര നോർമൽ ആയിരുന്നു. സ്റ്റിൽ ഞാൻ പറയുന്നത് ഒരിക്കലും ഒരു അപരാധം പിടിച്ച സിനിമ ആയിരുന്നില്ല. ഒരു പോയിന്റിൽ പോലും ഇത് അപരാധമായി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് കുറെ പാട്ട് ഉണ്ടായിരുന്നു. ഈ ഭാഗ്യശ്രീ ബോസിനെ ഡാൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് തോന്നുന്നു. അതും ഭാഗ്യശ്രീ ബോസിന്റെ ചില സമയത്ത് ഒരു വെറുപ്പിക്കൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഇപ്പോൾ എനിക്ക് അപരാധമായി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതിലെ എക്സൈറ്റിംഗ് ഫാക്ടർ എന്താണ്, എവിടെ എക്സൈറ്റിംഗ് ഫാക്ടർ മിസ്സിംഗ് ആണ് പറയുമ്പോൾ സെക്കൻഡ് ഹാഫില് അറിഞ്ഞ് പണിയുണ്ട്. ഞാൻ പറഞ്ഞ മഹാഭാരതത്തിനെ ഇൻസ്പയർ ചെയ്ത് എടുത്തൊരു സിനിമ ആയതുകൊണ്ട് തന്നെ മഹാഭാരതത്തിന്റെ കുറെ കഥയൊക്കെ ആദ്യം പറയുന്നുണ്ട്. ഇത് ഇവരെ സ്ഥലമോ ഒരു ഉത്സവം എന്തോ പറയുന്നത്, ഭാരത മിഠായിയോ അങ്ങനെ എന്തോ ഒരു സാധനം 18 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ്. ആ ഉത്സവ സമയത്ത് ചോര വീഴാൻ പാടില്ല അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അണ്ണാ ആ നേരത്ത് പിള്ളേർ ഓടിക്കളിക്കുമ്പോൾ വീണ് മുട്ടൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ വല്ല പ്രശ്നം ഉണ്ടാകും. അല്ല അറിയാൻ ചോദിക്കുന്നത്. നോമിനി ചെറുപ്പം തൊട്ടേ ഭയങ്കര സംശയമാണ് അവിടെ ചോദിച്ചത്. സോ നമ്മുടെ നായകന്റെ ജയിൽവാസം കഴിഞ്ഞ് റിവഞ്ച് എടുക്കാൻ വേണ്ടി പോണതാണ് സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത്. ആ സമയത്തൊക്കെ അന്യായ ബിൽഡപ്പാണ് ഈ ലെനിൻ പറഞ്ഞ ക്യാരക്ടറിന് കൊടുക്കുന്നത്, അഖിൽ അക്കിനേനിയുടെ ക്യാരക്ടറിന് കൊടുക്കുന്നത്. ഞാൻ വിചാരിച്ചത് നോർമൽ റിവഞ്ച് പടം, ഇതിൽ എന്തോന്ന് അന്യായ ബിൽഡപ്പ്. പിന്നീട് പടം ഫ്ലാഷ് ബാക്കിലോട്ട് പോവാണ്. 1976 ഈ ഭാരത മൊട്ട എന്തോ നടക്കുന്ന സമയത്ത്, ഭാരത മിട്ട നടക്കുന്ന സമയത്ത് ഈ ചെറുക്കൻ അനാഥനാണ്. നമ്മുടെ നായകൻ കയറി വരികയാണ്. തെലുങ്ക് സിനിമ എവിടെ നോക്കിയാലും ഒരു സ്ത്രീ ഉണ്ടാവും, ഒരു ആക്ടർ ഉണ്ടാവും ഈ ലോകത്തെ സകലമാന അനാഥ പിള്ളേരെയും ദത്തെടുക്കാൻ വേണ്ടിയിട്ട്. അയമ ഈ കൊച്ചിനെ ദത്തെടുക്കുകയാണ്, ഈ ചെറുക്കനെ. കൂടെ ആൾക്ക് വേറൊരു മകനുണ്ട്. രണ്ടുപേർക്കും ഒരു പെണ്ണിനെയാണ് ഇഷ്ടം. പിന്നെ പറയണോ പുകില്. പിന്നെ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ലെനിൻ പറഞ്ഞു പോണത്. അഖിൽ അക്കിനേനി ഈ സിനിമയുടെ സേവിയർ രണ്ടേ രണ്ട് പേര്. ഒന്ന് അഖിൽ അക്കിനേനി, രണ്ട് തമൻ. അഖിൽ അക്കിനേനി ഇമോഷണൽ സീനൊക്കെ പെർഫോം ചെയ്യുന്ന കാണണം മോനെ, യജാതിപ്പെട. ആൻഡ് എടുത്ത് പറയേണ്ട ഒരു സീൻ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിലുണ്ട്. മറ്റേ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് ഈ ചെറുക്കന്റെ കണ്ണിൽ എന്തോ മുളക് പൊടിയാ കെമിക്കൽ എന്തോ ഇടും. അന്യായ പെർഫോമൻസ്. അത് കണ്ടു കഴിഞ്ഞ ഒരൊറ്റ മനുഷ്യൻ പറയില്ല ആൾക്ക് അഭിനയിക്കാൻ അറിയില്ല. അന്യായ പെർഫോമൻസ്. എന്നാ അതിനെ ഒന്നും അല്ലാതാക്കിയ ഒരു വില്ലനിസം ഉണ്ടാവും ആ സമയത്ത്. അത്രയും നേരം മൊണ്ണയായിരുന്ന വില്ലൻ ഒരു സാരിയോ കൊടുത്തു വന്നിട്ട് ഒരു സാധനം കാണിക്കുന്നുണ്ട്. കിട്ടു സാധനമായിരുന്നു. ആൻഡ് ഒന്ന് രണ്ട് ട്വിസ്റ്റ് അടുപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട്. അതാണ് പടത്തിന്റെ ഏറ്റവും പോസിറ്റീവ് ഫാക്ടർ. തമന്റെ സ്കോർ കിട്ടുമായിരുന്നു. ഇടയ്ക്ക് മറ്റേ എന്താ റസിഗിറ റായ അങ്ങനെ ഏതൊരു സാധനം ഉണ്ട് ഈ ചെറുക്കൻ നടന്നു വരുമ്പോൾ ഇട്ടു കൊടുക്കുന്നത്. പെട്ട സാധനമായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് 7 മിനിറ്റ്സ് പറഞ്ഞിട്ട് നമുക്കൊക്കെ നമ്മുടെ ലൈഫിലുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഒക്കെ ഓർമ്മ വരില്ല. അങ്ങനത്തെ ഒരു സാധനം കാണിക്കേണ്ടത് ഇതിൽ. അത്രയും നേരം എനിക്ക് ഏറ്റവും വെറുപ്പായിരുന്നു ഈ ഭാഗ്യശ്രീ ബോസും അഖിൽ അക്കിനേനിയും തമ്മിലുള്ള റൊമാൻസ്. എന്നാൽ ലാസ്റ്റ് 7 മിനിറ്റ്സ് പോലെ കാണിക്കുമ്പോൾ തമന്റെ ഒരു സ്കോറിൽ ഇത് കാണുമ്പോൾ കിട്ടുന്ന ഫീൽ അന്യായമായിരുന്നു. എന്റെ കണ്ണൊക്കെ നിറഞ്ഞു ചില സമയത്ത്.
അതാ ഞാൻ പറയും, ഇതിന്റെ സേവിയർ അഖിൽ അക്കിനേനി തമനും. അടിപൊളി പടം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സിനിമ തെലുങ്ക് സിനിമയാണ്, പക്ഷെ തമിഴ് വേർഷൻ അവൈലബിൾ ആണ്. ഒന്നും കൂടി നല്ലത് തെലുങ്ക് കാണുന്നതായിരിക്കും. ഞാൻ ആദ്യം തമിഴാ കണ്ട്, പിന്നെ ഞാൻ നിർത്തിയിട്ട് തെലുങ്ക് കാണാൻ തുടങ്ങി. ആൻഡ് ഇതിലൊരു നായയുണ്ട്, അടിപൊളിയാണ്. കണ്ണയ്യ അങ്ങനെ എന്തോണ് പേരിട്ടിരിക്കുന്നത്, കിട്ടുവാണ്, നായ കിട്ടുവാണ്. സോ പെർഫോമൻസ് വൈസ് എനിക്ക് ചില സമയത്ത് കല്ലുകടിയായി തോന്നിയത് ഭാഗ്യശ്രീ ബോസ് മാത്രമാണ്. ഭാഗ്യശ്രീ ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പടത്തിൽ അഭിനയിച്ചു തോന്നുന്നു. ആൻഡ് ഇവരെ റൊമാൻസ് ട്രാക്ക് അടുപ്പിച്ചടുപ്പിച്ച് പാട്ടാണ്. ആ കുറച്ച് പോർഷൻസ് മാത്രം വെറുപ്പിക്കലായി തോന്നി. ഫൈറ്റ് സീക്വൻസ് ഒക്കെ അടിപൊളിയാണ്, അടിപൊളി ഫൈറ്റ് സീക്വൻസ് ആണ്. പിന്നെ തമന്റെ പണി തമൻ വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ തമൻ മ്യൂസിക് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് എന്തിനാണ് മനസ്സിലാവില്ല ഇത്രയും പാട്ട് ഒരു പടത്തിൽ. ഇതേപോലെ ഇതേം മുരളിയുടെ മ്യൂസിക് ഡയറക്ടറും തമൻ തന്നെയാണ്. ഒരു മൊമെന്റ് നോക്കുമ്പോൾ അരമണിക്കൂറിനുള്ള 6 പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ഒരു സാധനം ഉണ്ടല്ലോ, അടുപ്പിച്ചടുപ്പിച്ച് പാട്ട്. അതിന്റെ ആവശ്യം എന്തിനാ എനിക്ക് മനസ്സിലായിട്ടില്ല. ബട്ട് ഓവറോൾ ദിസ് ഇസ് എ വെരി നൈസ് ഫിലിം. അഖിൽ അക്കിനേനി എന്നൊക്കെ ഇതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. അജാതി പെർഫെക്ഷനിലാണ് ആൾ ചെയ്തിരിക്കുന്നത്. സോ ഒരു റിവഞ്ച് പടം. അവര് പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നോ വാർ ഈസ് മോർ വയലന്റ് ദാൻ ലവ്. പ്രേമത്തിനേക്കാളും വലുതല്ല ഒരു വാറും. സോ അങ്ങനത്തെ പടങ്ങളൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ യു ഷുഡ് ട്രൈ ദിസ്. ദിസ് ഇസ് അവൈലബിൾ ആണ്